ഈ ഭാഗത്താണ് നമ്മുടെ കൈയുടെ പത്തി വെക്കുന്നത്. വെച്ചിട്ട് ഈ രണ്ട് വിരൽ ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ രോഗിയുടെ നെഞ്ച് ഒരു 3 to 4 സെൻറ്റിമീറ്റർ അകത്തേക്ക് പോകുന്ന രീതിയിൽ അമർത്തണം. അതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. ഒരിക്കലും കൈമുട്ട് മടങ്ങരുത്. കൈമുട്ട് എപ്പോഴും നിവർത്തിച്ച് തോളുകൊണ്ട് വേണം പ്രഷർ കൊടുക്കാൻ. നമ്മുടെ ശരീരഭാഗം മുഴുവനായിട്ട് ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഹൃദയത്തിന്റെ പുറത്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രഷർ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഷോൾഡർ കൊണ്ടുള്ള പ്രഷറാണ്. കൈകൾ മടങ്ങി പോകും. തേങ്ങ ചിരകുന്ന പോലെയല്ല, നല്ല നിവർത്തി വെച്ചിട്ട് സ്ട്രോങ് ആയി കൊടുക്കുക. ബോഡിയുടെ ഭാരമാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരിക്കലും ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ തറയെടുത്താൻ പറയുന്നത് എപ്പോഴും നമുക്ക് അഡ്വാൻറ്റേജ് വരണം. അപ്പം നമുക്ക് മുട്ടുകുത്തി കുനിഞ്ഞിരിക്കാൻ പറ്റും. താഴെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് മേളിലായതുകൊണ്ടാണ് അതിങ്ങനെ കൈ പത്തി ഉപയോഗിച്ച് ഈ നടുക്കൈ വെച്ചിട്ട് നന്നായിട്ട് അതിനൊരു ഓർഡർ ഉണ്ട്. 1 2 3 4 എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ 1 and 2 and 3 and 4 അങ്ങനെ പറഞ്ഞു കൊടുക്കണം. 30 കംപ്രഷന് ശേഷം 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. വാരിയലിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. വാരിയലിന് ഡാമേജ് എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി വിട്ട് കൂടുതലുള്ള അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 5 മുതൽ 6 സെന്റിമീറ്റർ വരെ താഴുക. കൈ ഇങ്ങനെയൊക്കെ ഇട്ടാക്കിയാൽ ചിലപ്പോൾ ഒടിയും. അതുകൊണ്ടാണ് ഒരിക്കലും വാരിയലി കൊടുക്കുമ്പോഴാണ് വാരിയൽ ഒടിയുന്നത്. ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതേ ഫീലിംഗ് ആണോ നമുക്ക് ശരിക്കും ചെയ്യുമ്പോൾ? നമ്മുടെ വിചാരം കൊളസ്ട്രോള്, പാരമ്പര്യം, ഇതൊക്കെയാണ്. അപ്പോൾ പുതിയൊരു ഘടകം കൂടെ നമുക്ക് എല്ലാവരും ടെൻഷൻ കാരണം ഹൃദയാഘാതം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകത്തെല്ലാം കാണുന്നതിനെക്കാട്ടിലും 10 വർഷം മുൻപാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഹൃദയാഘാതം ഉണ്ടാകുന്നത്. നമ്മളെല്ലാ ദിവസവും നമ്മൾ ഈ ഹൃദയാഘാതമായ രോഗികളെ കാണുമ്പോൾ ഇപ്പോൾ 20 വയസ്സിൽ 21 വയസ്സിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നമ്മളടുത്ത് പേഷ്യൻസ് വരാറുണ്ട്. അവരിലെല്ലാം ചിലപ്പോൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണം തന്നെ കാണാറില്ല. അവർക്ക് പാരമ്പര്യമായിട്ട് അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സും ആർക്കും തന്നെ ഹൃദയാഘാതം വന്നിട്ടുള്ളവരല്ല. അവർക്ക് യാതൊരുവിധ ദുശീലങ്ങളും ഉള്ളവരല്ല. ഈ പറഞ്ഞ പോലെ പ്രമേഹമോ അല്ലെങ്കിൽ BP ഒന്നും ഉള്ളവരല്ല. പക്ഷെ അവരിൽ നമ്മൾ നോക്കുമ്പോൾ അവരിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരേ ഒരു ഘടകം ഈ ഉറക്കമില്ലായ്മ, ജോലി സംബന്ധമായ ചില പ്രശ്നമായിട്ട് റിലേറ്റീവ്, ഇതെല്ലാം തന്നെ കാരണങ്ങളായിട്ട് കാണാറുണ്ട്. സ്റ്റേജിൽ തന്നെ ഇരിക്കുക. ആദ്യം ശ്രദ്ധിക്കേണ്ടത് മൂക്ക് അടയ്ക്കുക. 2 സെക്രീഷൻ എന്തെങ്കിലും പുറത്ത് സെക്രീഷൻ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒരു തുണി വെച്ച് ക്ലീൻ ചെയ്യുക. മൂക്ക് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചുണ്ടിലേക്ക് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ശക്തിയായിട്ട് എക്സ്പയർ ചെയ്യുക. പുറത്തേക്ക് ശ്വാസം കിട്ടിയില്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വിദേശ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പോൾ WHO തുണി ഇല്ലാതെ ഇത് കൊടുക്കുന്ന റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ കുഴഞ്ഞു വീണ ആൾക്ക് HIV ഉണ്ടോ നമുക്ക് അറിയില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറോ 30 കംപ്രഷൻ കൊടുത്തിട്ട് 2 പ്രാവശ്യം നിർത്തുന്നത് വരെ ഒന്നെങ്കിലും മെഡിക്കൽ ഹെൽപ്പ് വരണം. അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം സമയമാണ്. നമ്മൾ കേരളത്തിലെ ആശുപത്രി എടുത്തു കഴിഞ്ഞാൽ ദിവസവും 80ഓളം ദിവസം ചെയ്യാനൊരു ചാൻസ് ഉള്ള കൊടുത്തോണ്ട് അതുകൊണ്ട് ദോഷമുണ്ടാകുന്നതായിരിക്കും. വരാനായിട്ട് വൈകിയാണ്. എന്താണെങ്കിലും മെഡിക്കൽ സഹായം വരുന്നാലേ നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുള്ളൂ. അതുവരെ കൊടുക്കാൻ ദിവസമൊന്നും പുള്ളിക്ക് വരാനില്ല. ഒറ്റയ്ക്ക് 4 മിനിറ്റ് കൂടുതൽ പാടായിരിക്കും. ഒരു ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി കൊടുക്കും. ഒരാൾ ചെയ്യുമ്പോൾ മറ്റേ റെസ്റ്റ് എടുക്കാം. ഒരു മിനിറ്റ്. ഇതിൽ ആരെങ്കിലും ഒരാളൊന്ന് മുൻപോട്ട് വരാം. നമുക്ക് കംപ്രസിന്റെ ക്വാളിറ്റി ഒന്ന് അസസ് ചെയ്യാനായിട്ട്. ഒരു മിനിറ്റ്. ഇതൊരു ഓട്ടോമാറ്റിക് അനലൈസറാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ കംപ്രഷൻ എടുത്തിട്ട് നന്നായി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം അകത്തേക്ക് ഊതി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ 2 പ്രാവശ്യം അതിനുശേഷം വീണ്ടും ഇത് കണ്ടിന്യൂ അടുത്ത ഒരു ഇത് എത്തുന്നതിന് ശേഷം അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തോട്ടെ.